സാധാരണ ആന കുത്തി ആനയുടെ ആക്രമണത്തിൽ മരിക്കാറുണ്ട്. പക്ഷേ ഇത് ആന കുത്തിയ പന വീണിട്ടാണ് കുട്ടി മരണപ്പെട്ടിട്ടുള്ളത്. എങ്കിലും മരണത്തിലേക്കുള്ള കാരണം ആനയുടെ പ്രവൃത്തി തന്നെയാണ്. അപ്പോൾ ആ മേഖലയിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ കുറേയേറെ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ MLA ഈ പ്രശ്നം പല ഘട്ടങ്ങളിൽ ഉയർത്തിയിട്ടുണ്ട്. ഞാൻ തന്നെ ഉൾപ്പെടെ യോഗം ചേരുകയുണ്ടായി. വനമന്ത്രി പങ്കെടുത്ത് യോഗം ചേർന്നിരുന്നു. അപ്പോൾ ഒരു 5 കിലോമീറ്റർ നമ്മൾ ഹാങ്ങിങ് വാൾ ഏറ്റവും പുതിയ രൂപത്തിലുള്ളത് അവിടെ നിർമ്മിക്കുന്നുണ്ട്. അതുകൂടാതെ മറ്റ് ക്രമീകരണങ്ങൾ വരുത്തുന്നുണ്ട്. പക്ഷേ ഇത് തീർത്തും അസ്വാഭാവികമായ ഒരു സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒന്നല്ല. വളരെ യാദൃശ്ചികമാണെങ്കിലും ഒരു മരണത്തിലേക്ക് എത്തി. നല്ല മിടുക്കിയായി പഠിച്ചിരുന്ന ഒരു കുട്ടിയെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അതിനകത്ത് ദുഃഖത്തിൽ പങ്കുചേരുന്നു. സർക്കാരിന് സാധ്യമാകുന്ന രൂപത്തിലുള്ള എല്ലാ സഹായങ്ങളും ആ കുടുംബത്തിന് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളും വരുത്തുന്നുണ്ട്. അവിടെ വലിയ പ്രതിഷേധമൊക്കെ ഈ ഘട്ടത്തിൽ ഉയരുന്നു. സ്വാഭാവികമായിട്ടും അത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങളുടെ പ്രതികരണങ്ങൾ ഉയരുന്നത് സ്വാഭാവികമാണ്. ഇത്തരം നമ്മുടെ കേരളത്തിൽ വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് പ്രതിരോധിക്കുവാൻ ആവശ്യമായിട്ടുള്ള ഇപ്പോൾ ഞങ്ങൾ ഈ ഫിനാൻസ് കമ്മീഷനിൽ കേന്ദ്ര ഫിനാൻസ് കമ്മീഷൻ കേരളം സന്ദർശിച്ചിരുന്നല്ലോ. അപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ നൽകിയ മെമ്മോറണ്ടത്തിൽ പോലും ഈ പ്രശ്നം സവിശേഷമായി കണ്ട് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സംവിധാനത്തിനാവശ്യമായ സാമ്പത്തിക പിന്തുണ കൂടി വേണം എന്ന് ധനകാര്യ കമ്മീഷന് മുൻപിൽ പോലും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിന് സാധ്യമാകാവുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നേരത്തെ കോതമംഗലത്ത് അപ്പുറത്ത് ഇടുക്കി ജില്ലയുടെ ഈ ഭാഗത്ത് ഇതിൻ്റെ നേരെ എതിർവശത്തുള്ള ഇടുക്കി ജില്ലയിൽ വരുന്ന ഭാഗത്തും കുറേയേറെ നടപടികൾ സ്വീകരിച്ചിരുന്നു. ഇവിടെയും കുറേ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. സാധ്യമാകുന്ന രൂപത്തിൽ നടപടികളാണ് സ്വീകരിക്കുന്നത്. ഈ ഹാങ്ങിങ് വാൾ കുറേ കൂടി ഫലപ്രദമാണെന്നാണ് പലയിടങ്ങളിലെ അനുഭവങ്ങൾ പറയുന്നത്. 2 സൈഡിലും കൂടിയായിട്ടാണ് ഇത് നിർമ്മിക്കുന്നത്. അപ്പോൾ അതിന് പ്രതിരോധിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ആനകൾ അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇറങ്ങി വരാതിരിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങൾ അതിനകത്ത് എങ്ങനെ ക്രമീകരിക്കാൻ കഴിയും, ഇത്തരം കാര്യങ്ങളെല്ലാം സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര സംവിധാനത്തിൻ്റെയും വലിയൊരു പിന്തുണ വേണം എന്ന് ഫിനാൻസ് കമ്മീഷൻ്റെ മെമ്മോറണ്ടത്തിൽ പോലും സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു വിഷയം ഈ വയനാടുമായി ബന്ധപ്പെട്ടാണ്. ഇന്നലെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നു, നമുക്കൊന്നും തന്നില്ല എന്ന് മാത്രമല്ല ഇങ്ങോട്ട് തിരിച്ച് പൈസ ചോദിക്കാം. അത് അങ്ങേയറ്റം ക്രൂരമായ ഒരു നടപടിയാണ്. നമ്മൾ ഈ രാജ്യത്തിൻ്റെ ഭാഗമാണല്ലോ. നമ്മൾക്ക് മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകുന്നതെല്ലാം ശരി തന്നെയാണ്, അവർക്കും അർഹമായതാണ്. എന്നാൽ വലിയൊരു ദുരന്തം, ലോകമാകെ വേദനിച്ച ഒരു ദുരന്തം. ഇനിയിപ്പോൾ എൻ്റെ സംശയം, ഇനി പ്രധാനമന്ത്രി വന്ന വിമാനത്തിൻ്റെ ബില്ല് എപ്പോഴെങ്കിലും വരുമോ എന്ന സംശയം മാത്രമാണ് എനിക്കുള്ളത്. സംസ്ഥാനത്തിനോട് ഇതുപോലൊരു ഒരു ഘട്ടത്തിലും കാണിക്കാൻ പാടില്ലാത്തതാണ്. ഇത് ഏതെങ്കിലും ഗവൺമെൻറ്റിനോടോ ഒരു മുന്നണിയോടോ രാഷ്ട്രീയത്തോടുള്ള പ്രശ്നമല്ല. നമ്മുടെ നാട്ടിൽ വല്ലാത്തൊരു ദുരന്തമുണ്ടായിരിക്കുന്നു. അതിനെ മറികടക്കാൻ ആവശ്യമായിട്ടുള്ള ഒന്നിച്ചു നിന്നുള്ള പ്രവർത്തനമാണ് ആവശ്യപ്പെടുന്നത്. അതിനുള്ള ഒരു സമീപനത്തിന് പകരം ഇങ്ങോട്ട് രക്ഷാപ്രവർത്തനത്തിന് ബില്ലിട്ട് ആ പണം കൂടി വാങ്ങിക്കുക എന്നുള്ളത് മനുഷ്യത്വമുള്ള ഒരാളിൽ നിന്നും പ്രതീക്ഷിക്കാത്ത സംവിധാനമാണ് മനുഷ്യരുടെ ഒരു ഗവൺമെൻറ്റിൽ നിന്ന് യൂണിയൻ ഗവൺമെൻറ്റിൽ വന്നിട്ടുള്ളത്. അത് അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. നാടാകെ ആ പ്രതിഷേധത്തിൽ അണിചേരേണ്ടതുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സാധ്യമാകുന്ന രൂപത്തിൽ എല്ലാ നടപടിയും സ്വീകരിച്ചു. ഇന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്, ഏത് സ്വഭാവത്തിലാണ് ഇത്തരം കാര്യങ്ങൾ വന്നാൽ പോലും അവിടെ പ്രഖ്യാപിച്ചിട്ടുള്ള പുനരധിവാസ പ്രവർത്തനം പൂർത്തീകരിക്കും. അതിനാവശ്യമായിട്ടുള്ള 2 എസ്റ്റേറ്റുകൾ ഗവൺമെൻറ് കണ്ടു. അത് ഏറ്റെടുക്കാനുള്ള നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചു. എന്നാൽ ആ 2 എസ്റ്റേറ്റിൻ്റെ ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴും ഗവൺമെൻറ് വളരെ വ്യക്തമായൊരു കാര്യം പറഞ്ഞു, ഇത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം ഏറ്റെടുക്കാം. ഇനി അതിനകത്ത് ഏറ്റെടുക്കുമ്പോഴും ഞങ്ങൾ ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ നഷ്ടപരിഹാരം നൽകാനും തയ്യാറാണ്. ഞങ്ങൾക്ക് ആവശ്യം അഡ്വാൻസ് പൊസഷനാണ്. കാരണം ഇത്തരം ഒരു പുനരധിവാസം അടിയന്തര പ്രാധാന്യമുള്ളതായതുകൊണ്ട് അഡ്വാൻസ് പൊസഷന് കോടതി ഡയറക്ഷൻ നൽകണം. ഒരു എസ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ ടൈറ്റിലുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റുമായി ഡിസ്പ്യൂട്ട് ഉള്ളതാണ്. അതുകൊണ്ട് കോടതിയിൽ പൈസ കെട്ടിവെക്കാനും സർക്കാർ തയ്യാറാണ്. ഇനി അതല്ല, കോടതി വേറെന്തെങ്കിലും നിർദ്ദേശിക്കുകയാണെങ്കിൽ ആ നിർദ്ദേശവും പാലിക്കാൻ സർക്കാർ തയ്യാറാണ്. അപ്പോൾ കോടതിയിൽ അത് വേണ്ടത്ര മാധ്യമങ്ങൾ വന്നിട്ടില്ല. 2 എസ്റ്റേറ്റുകൾ ഗവൺമെൻറ് ഏറ്റെടുക്കുന്നുള്ള നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചു. ആ 2 എസ്റ്റേറ്റുകൾ അത് സംബന്ധിച്ചുള്ള കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. ഹർജിയിൽ ഗവൺമെൻറ് വളരെ കൃത്യമായി പറഞ്ഞു, ഏറ്റെടുക്കുക, പെട്ടെന്ന് ഞങ്ങൾക്ക് അതിൻ്റെ പൊസഷൻ കിട്ടണം, എങ്കിലാണ് മറ്റു കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. അതിൽ ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ രാജ്യത്ത് നിലവിലുള്ള നഷ്ടപരിഹാര നിയമം അനുസരിച്ചുള്ള ആ സംവിധാനം ചെയ്യാം. എന്നാൽ പൊതു ആവശ്യത്തിനായതുകൊണ്ട്
ഈ കമ്പനികളും ആ കാര്യം, ഉടമകളും ഈ കാര്യം പരിശോധിക്കണം. അവർക്ക് എത്രമാത്രം വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയും. ഇപ്പം നമ്മൾ ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരമാണെങ്കിൽ മാർക്കറ്റ് വാല്യൂവിൻ്റെ ഏകദേശം ഒരു 2.5 മടങ്ങ് നമ്മൾ നഷ്ടപരിഹാരം നൽകേണ്ടി വരും. ഫെയർ വാല്യൂ അല്ല, മാർക്കറ്റ് വാല്യൂവും നഗരത്തിൽ നിന്ന് എത്ര ദൂരമുണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി അത്രയും മൾട്ടിപ്പിൾ ചെയ്യും. അതിൻ്റെ പിന്നെ മരങ്ങൾ മറ്റ് നട്ടുവളർത്തിയ കാര്യങ്ങളുടെ ഒരു വില നിർണ്ണയിക്കും. അത്രയും വിലയുടെ സൊല്യൂഷൻ 100% അതും കൂടി നൽകണം. അപ്പോൾ ഇത് പൊതു ആവശ്യമായതുകൊണ്ട് അതിനകത്ത് അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം എന്നൊരു അഭ്യർത്ഥനയും കോടതി വഴി നമ്മൾ നടത്തുകയുണ്ടായി. ഏറ്റവും പെട്ടെന്ന് പൊസഷൻ നൽകണം എന്നാണ് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. വാദങ്ങളെല്ലാം കേട്ട് കോടതി വിധിക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ആ വിധി വരുമ്പോൾ ഉടൻ തന്നെ ഗവൺമെൻറ്റിന് അനുകൂലമായി ഈ പൊസഷൻ എടുക്കുന്ന കാര്യത്തിലെങ്കിലും എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം കോടതിയുടെ മുൻപിൽ നിന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് വന്നാൽ അടിയന്തരമായി തന്നെ മറ്റു കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയും. സർക്കാർ അതിന് എല്ലാ രൂപത്തിലും സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രതിപക്ഷത്തിന് ഭാഗത്തുനിന്ന് പിന്തുണ കുറവുണ്ടോ? എംപിമാർ അതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് വയനാട് നേരത്തെ പ്രഖ്യാപിച്ച പിന്തുണ പിൻവലിക്കേണ്ട ഒരു ആലോചനയിലാണെന്ന്. അല്ല, അതിപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ പറയും. പക്ഷേ മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് എല്ലാ എംപിമാരും ഒറ്റക്കെട്ടായി തന്നെയാണ് ഈ പ്രശ്നം യൂണിയൻ ഗവൺമെൻറ് മുൻപിൽ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അവർ ഒന്നിച്ചാണ് ആഭ്യന്തരമന്ത്രിയെ കണ്ടിട്ടുള്ളത്. നേരത്തെ ചില വിമർശനങ്ങളുണ്ടായിരുന്നു. അത് പ്രതിപക്ഷം എംപിമാർ ഒരു വശത്ത്, ഭരണപക്ഷ എംപിമാർ വേറൊരു വശത്ത് എന്ന രൂപത്തിലാണ് ഇപ്പോൾ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ആ ഐക്യത ദുർബലപ്പെടുത്താനിടയുള്ള പ്രതികരണങ്ങളൊന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. എല്ലാവരും ഒന്നിച്ചാണ് നിൽക്കേണ്ടത്. ഒരു കാര്യം കൂടി ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരം ദുരന്തം ഉണ്ടാകുമ്പോൾ ആ സംസ്ഥാനങ്ങളിലെ BJP നേതൃത്വവും സംസ്ഥാന താൽപ്പര്യത്തിന് വേണ്ടി സമ്മർദ്ദം ചെലുത്താനാണ് ശ്രമിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഘടകം എന്ന നിലയിൽ ജനങ്ങളുടെ പ്രശ്നത്തിനൊപ്പം നിൽക്കേണ്ടത് ഏത് രാഷ്ട്രീയ പാർട്ടിയും പ്രാഥമികമായ ഉത്തരവാദിത്തമാണ്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ BJP ഘടകവും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരും സ്വീകരിക്കുന്ന സമീപനം ഇവിടെ വരുന്നില്ല. ഇപ്പോൾ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ട ഗൗരവമായ ഒന്ന്, തമിഴ്നാട്ടിൽ നിന്നുള്ള MP ശ്രീമതി കനിമൊഴി വളരെ ശക്തമായി കേരളത്തിന് വേണ്ടി വാദിക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള മന്ത്രി വളരെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനം സ്വീകരിച്ചതായി മാധ്യമങ്ങൾ കാണുകയുണ്ടായി. ഇപ്പോൾ നമ്മളിതിപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ് എന്നുള്ളതല്ല, ഈ നാടിൻ്റെ പൊതു ആവശ്യമാണ്. അതിൽ മാധ്യമങ്ങളെല്ലാം അക്കാര്യം ഇപ്പോൾ ഗൗരവമായി തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. സർക്കാർ സാധ്യമാകുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. കോടതിയുടെ വിധി വൈകാതെ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതോടുകൂടി സ്ഥലത്തിൻ്റെ കാര്യത്തിൽ വ്യക്തത വരും. മറ്റു കാര്യങ്ങൾക്കെല്ലാം തന്നെ സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്.